താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ദേവിയെ ഉണർത്താതിരിക്കാൻ ജയൻ നല്ലവണ്ണം ശ്രമിച്ചു. അവളുടെ വയ്യായ്മ അത്രമാത്രം ഉണ്ടായിരുന്നു. പക്ഷേ മോൾ അവളുടെ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ജയൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ നിന്നു. മോളുടെ കരച്ചിൽ ഉച്ചത്തിലായപ്പോൾ ദേവി ഞെട്ടി കണ്ണു തുറന്നു. കൈയുടെ വയ്യായ്മ പോലും മറന്ന് വേഗം എഴുന്നേറ്റു. ആ വേദന കൊണ്ട് ദേവി ഇടം കൈ കൊണ്ട് വലം കൈ പൊതിഞ്ഞു പിടിച്ചു. മാ ഉമ്മ. ദേവിയുടെ സങ്കടം കണ്ട് മാതുമോള് വിതുമ്പി ചുണ്ടു ചുളുക്കി. ജയൻ വേഗം മോളെയും കൊണ്ട് ദേവിയുടെ അടുത്തേക്ക് വന്നു. എന്തിനാ ദേവി ഇങ്ങനെ ചാടി എഴുന്നേറ്റത്? എന്തിനാ കുട്ടേട്ടാ മോളെ കരയിച്ചത്? അവൾ എപ്പോൾ വന്നു? ദയനീയമായി നോക്കി കുഞ്ഞിനെ. സിദ്ധു ഇപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ. ഇയാളെ കാണണമെന്ന് പറഞ്ഞ് മോൾ വല്ലാതെ കരച്ചിലായിരുന്നു എന്ന്. എന്നിട്ടാണോ കുട്ടേട്ടൻ എന്നെ വിളിക്കാതിരുന്നത്? ഉമ്മ ഇങ്ക്. അപ്പോഴേക്കും കുഞ്ഞ് ദേവിയുടെ മേലേക്ക് ചാഞ്ഞു. ദേവി ഇടം കൈ കൊണ്ട് കുഞ്ഞിനെ താങ്ങിയെടുത്തു. മാതുമോൾ കഴുത്തിലൂടെ കൈയിട്ട് ദേവിയുടെ തോളിൽ കിടന്നു. ദേവൻ കുഞ്ഞിനെ ശ്രദ്ധയോടെ പിടിച്ച് ദേവിയുടെ വലത് കൈയിൽ തട്ടാതിരിക്കാൻ. അല്പനേരം ദേവിയുടെ തോളിൽ കിടന്നതിന് ശേഷം മാതുമോൾ ദേവിയുടെ മുഖത്ത് ഉമ്മ വയ്ക്കാനും കടിക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് താഴേക്ക് ഊർന്നിറങ്ങി അവളുടെ മാറിൽ പരതി. കുഞ്ഞ് രാത്രിയിൽ മുല കുടിച്ചാൽ മാത്രമേ ഉറങ്ങൂന്ന് ദേവിക്കറിയാം. അവൾ ജയനെ നോക്കി. തനിക്ക് ബുദ്ധിമുട്ടാണ് ദേവി, അതുകൊണ്ട് മോൾക്ക് പാല് കൊടുക്കേണ്ട തൽക്കാലം. എന്നാൽ കുഞ്ഞു കൊതിയോടെ അവളുടെ മാറിൽ മുഖമിട്ട് ഉരച്ചുകൊണ്ടേയിരുന്നു. ദേവിക്ക് സങ്കടം വന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു. ജയനും വല്ലാതെയായി കുഞ്ഞിൻ്റെയും അവളുടെയും അവസ്ഥയോർത്ത്. മോൾ ദേവിയുടെ മുഖം അവളിലൂടെ പിടിച്ച് അവളുടെ നേർക്കാക്കി. അമ്മ ഇങ്ക് ഇങ്ക്. ദേവിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ജയൻ പെട്ടെന്ന് മോളെ ദേവിയുടെ മടിയിൽ നിന്നെടുത്ത് തോളിൽ കിടത്തി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കോറിഡോറിലൂടെ ധൃതിയിൽ നടക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ദേവിക്ക് കേൾക്കാമായിരുന്നു. അവളുടെ ഹൃദയം പൊടിഞ്ഞു. എൻ്റെ കുഞ്ഞ്, ഈശ്വര, പാലിന് വേണ്ടിയാണല്ലോ അവൾ കരയുന്നത്. ദേവിക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും തോളിൽ കിടത്തി ജയൻ തിരികെ വന്നു. അപ്പോഴേക്കും വാടി തളർന്ന താമരമൊട്ട് പോലെ മാതുമോൾ ഉറങ്ങിയിരുന്നു. ദേവിയുടെ വിഷമം കണ്ട് ജയൻ അവളുടെ അടുത്തേക്ക് വന്നു. താനിങ്ങനെ സങ്കടപ്പെടല്ലേ, തനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ, അല്ലാതെ മനഃപൂർവ്വം ഒന്നുമല്ലല്ലോ. അവളെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം ജയൻ പറഞ്ഞു. അവൾ പതിയെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി പുതപ്പിച്ചു കൊടുത്തു. വെളുപ്പാങ്കാലമായപ്പോഴേക്കും മാതുമോൾ പിന്നെയും ഉണർന്നു. ഇത്തവണ ജയൻ എത്രയൊക്കെ നിർബന്ധിച്ചും കുഞ്ഞു കരച്ചിൽ നിർത്തിയില്ല. ദേവി പതിയെ എഴുന്നേറ്റു. കുട്ടേട്ടാ, മോളെ എൻ്റെ മടിയിൽ കിടത്താമോ? ജയൻ സംശയത്തോടെ അവളെ നോക്കി. എന്നെ ഒന്ന് സഹായിക്കാമോ മോൾക്ക് പാല് കൊടുക്കാൻ? പറയുമ്പോൾ ദേവിയുടെ ഒച്ച ഇടറിയിരുന്നു. ദേവിയെ, പ്ലീസ് കുട്ടേട്ടാ, മോള് പാല് കുടിക്കാതെ ഉറങ്ങില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ വയ്യ. എന്നെ ഒന്ന് സഹായിക്ക്. ദേവി ഇടം കൈയിൽ മോളെ കയറ്റി കിടത്തി. കുഞ്ഞിനെ മുലയൂട്ടാൻ ജയൻ അവളെ സഹായിച്ചു. കുഞ്ഞ് പാല് കുടിച്ചുറങ്ങി. ജയൻ കുഞ്ഞിനെ ദേവിയുടെ മടിയിൽ നിന്നെടുത്ത് ബെഡിൽ കിടത്തി. കുഞ്ഞുറങ്ങുന്ന കണ്ടപ്പോൾ ദേവിക്ക് സമാധാനമായി. ഏകദേശം 5 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. 5 ദിവസവും ദേവിയുടെ കാര്യങ്ങൾ നോക്കി കൂടെ നിന്നത് ജയൻ തന്നെയായിരുന്നു. 7ൻ്റെ അന്ന് സ്റ്റിച്ചിളക്കാൻ ചെല്ലേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് ഫിസിയോതെറാപ്പിയും ചെയ്യണം. എത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഡിസ്ചാർജ് വാങ്ങിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ദേവിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ അനുവദിച്ചില്ല. എല്ലാ കാര്യങ്ങൾക്കും ജയൻ്റെ കയ്യെത്തുമായിരുന്നു. മഹേശ്വരി അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ 2 പേരുടെയും അടുപ്പം അവർക്ക് സന്തോഷമായി. ദേവിക്ക് കൈ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ മാതുമോളെ നിർബന്ധിച്ച് നഴ്സറിയിൽ പറഞ്ഞു വിടും. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പിന്നാലെ നടന്ന് ദേവി കൈക്ക് എന്തെങ്കിലും പണി ഉണ്ടാക്കി വയ്ക്കുമെന്നാണ് ജയൻ പറയുന്നത്. കുറേ ദിവസമായി ദേവി തല കുളിച്ചിട്ട്. രാവിലെ മുതൽ അമ്മയുടെ പിന്നാലെ നടക്കുകയാണ് അവളെ കുളിക്കാൻ സഹായിക്കാൻ. മോൾ അങ്ങ് ചെന്നേക്ക്, അമ്മ പിന്നാലെ വരാം. മഹേശ്വരി അമ്മ ദേവിയെ പറഞ്ഞു വിട്ടതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന ജോലികളിൽ മുഴുകി. ദേവി വാഷ്റൂമിലേക്ക് കയറിയതിന് പിന്നാലെ തന്നെ ജയൻ എത്തി. അവൻ അമ്മയെ കാണാഞ്ഞ് നേരെ കിച്ചണിലേക്ക് ചെന്നു. ആ, നീ വന്നായിരുന്നോ? മോൾ ഇപ്പോൾ വന്ന് എന്നെ കുളിക്കുന്നതിന് സഹായിക്കാൻ വിളിച്ചിട്ട് പോയതേ ഉള്ളൂ. നീ വന്നല്ലോ, ഇനിയിപ്പോൾ ഞാൻ വരണ്ട. അവളെ തലകുളിക്കാൻ നീ ഒന്ന് സഹായിച്ചു കൊടുക്ക്. അമ്മ പറഞ്ഞുകൊണ്ട് ജോലികളിലേക്ക് മുഴുകുമ്പോൾ ജയൻ നേരെ റൂമിലെത്തി. കുളിമുറിയിൽ നിന്ന് കേട്ടു, ഡോർ ചാരിയിട്ടില്ലമ്മേ, വന്നാ മതി. ജയൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിച്ചു മാറ്റി വെച്ച് ഷർട്ടിൻ്റെ സ്ലീവ് മുകളിലേക്ക് ഉയർത്തി. പാൻസ് മാറ്റി മുണ്ടെടുത്തെടുത്ത് നേരെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്മ
വെള്ളം ഒന്ന് കോരി ഒഴിച്ചു തന്നാൽ മതി. കുറച്ച് ദിവസമായി തല നനയാത്തത് കൊണ്ട് അല്പം ഷാമ്പു ഇട്ട് തല കഴുകണം. പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നു ജയൻ. കയ്യിലിരുന്ന കപ്പ് അറിയാതെ നിലത്തേക്ക് വീണുപോയി ദേവിയിൽ നിന്നും. കുട്ടേട്ടൻ എന്താ ഇവിടെ? ടവലെടുത്ത് മുലക്കച്ച കെട്ടിയ മാറിന് മുകളിലേക്ക് ഇട്ട് പുതച്ചുകൊണ്ട് ദേവി ചോദിച്ചു. താൻ കുളിക്കാൻ പോവുകയാണ്, സഹായിക്കണമെന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അത് പിന്നെ ഞാനന്ന് വീണതിൽ പിന്നെ തല കുളിച്ചിട്ടില്ല. മേല് കഴുകുമ്പോൾ അമ്മ ഒന്ന് തോർത്തി തരും. ഇന്ന് തലയൽപ്പം ഷാമ്പു ഇട്ട് കഴുകാമെന്ന് കരുതി. അതിനാണ് ഞാൻ അമ്മയെ വിളിച്ചത്. അമ്മ എന്നോട് അത്രയേ പറഞ്ഞുള്ളൂ. ജയൻ്റെ മറുപടി കേട്ട് ദേവി വായും പൊളിച്ചു നിന്നു. അത് കുട്ടേട്ടൻ വേണ്ട, ഞാൻ തനിയെ. അത്രയും പറഞ്ഞ് ദേവി നിർത്തി. തനിയെ ചെയ്യാൻ തനിക്ക് പറ്റില്ലെന്നറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സഹായിക്കാമെന്ന് കരുതിയത്. എൻ്റെ സഹായം വേണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷെ ഞാൻ പോയി അമ്മയെ വിളിക്കും. അപ്പോൾ അമ്മ ചോദിക്കും അതെന്താ ഞാൻ സഹായിച്ചാലെന്ന്. ഈശ്വര, ഞാനാകെ പെട്ട അവസ്ഥയിലായല്ലോ. ദേവി കണ്ണു മുറുക്കി അടച്ചു. എന്താണ് തീരുമാനമെന്ന് പറഞ്ഞാൽ കൊള്ളാം, എനിക്ക് ജോലിയുണ്ട്. ദേവി ജയൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ദേവിയെ, ഞാൻ ഇപ്പോഴും നിനക്ക് അന്യനാണോ മോളെ? അത്രയും നേർത്തു പോയിരുന്നു ജയൻ്റെ ഒച്ച. ഇല്ലെന്നവൾ തലകുലുക്കി. പിന്നെന്താ ഞാൻ സഹായിച്ചാൽ? അയ്യോ, നിന്റെ വയ്യായ്മയെ ഞാൻ മുതലെടുക്കുമെന്ന് നീ ഭയക്കുന്നുണ്ടോ ദേവിയെ? എങ്കിൽ നിനക്ക് തെറ്റുപറ്റി. അങ്ങനെ നിന്റെ നിസ്സഹായതയെ ഞാൻ ഒരിക്കലും മുതലെടുക്കാൻ ശ്രമിക്കില്ല. ജയൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ദേവിക്കപ്പോൾ വല്ലായ്മ തോന്നി. ഇത്രയും ദിവസം ഒരു മുറിയിൽ കഴിഞ്ഞിട്ടും ഇതുവരെ ആ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഒരു മോശം പ്രവൃത്തി പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരാളിനോട് ഈ രീതിയിൽ മുഖം മുറിഞ്ഞ് സംസാരിച്ചത് ഒട്ടും ശരിയായില്ല. ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുളിമുറിയിൽ ഏറെ നേരം നിന്നു. ഒടുവിൽ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബെഡിൽ തലയും കുനിച്ചിരിക്കുകയാണ് ജയൻ. അവൾ അടുത്തേക്ക് വന്നതും നിന്നതും ഒക്കെ അറിഞ്ഞെങ്കിലും തല ഉയർത്തി നോക്കിയില്ല. കുട്ടേട്ടൻ എന്നോട് പിണക്കമാണോ? മടിച്ചു ചോദിച്ചു. ഞാൻ എന്തിനാ ദേവിയെ നിന്നോട് പിണങ്ങുന്നത്? അർഹതയില്ലാത്തത് പലതും ഞാനല്ലേ ആഗ്രഹിക്കുന്നത്. നിന്റെ സ്നേഹത്തിന് എനിക്ക് അർഹതയില്ലെന്ന് പലതവണ തോന്നിയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിന്റെ പിന്നാലെ വരുന്നത് ഞാനല്ലേ? അത് കേട്ടതും നെഞ്ചിൽ എന്തോ വന്ന് ആഞ്ഞു തറയ്ക്കുന്നത് പോലെ ദേവിക്ക് തോന്നി. അങ്ങനെ പറയല്ലേ കുട്ടേട്ടാ, ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കുട്ടേട്ടൻ്റെ സ്നേഹം നേടാൻ എനിക്ക് അർഹതയില്ലെന്ന് മാത്രമേ എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്തിനാ ദേവി നിനക്ക് എപ്പോഴും ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ? ഇത്രയും ദിവസമായിട്ടും എന്നോട് ഇടപഴകിയിട്ടും നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെൻ്റെ പരാജയം എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്കറിയില്ല കുട്ടേട്ടാ, എനിക്കിഷ്ടമാണ്. പക്ഷേ എന്തോ എനിക്ക് അവളുടെ സംഘർഷം അവന് മനസ്സിലായി. എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ വന്ന് നിന്നു. കുട്ടേട്ടന് സങ്കടമായല്ലേ? ഞാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അങ്ങനെ പറഞ്ഞേ. പിന്നെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണോ? അതെനിക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ തന്നെ സഹായിക്കണമോ വേണ്ടയോ? വേണം. എന്നാ വന്നേ, എനിക്ക് തീരെ സമയമില്ല. മോള് നഴ്സറിയിൽ നിന്നും വരാറായി. അവൾ വന്നാൽ അടുത്ത പണി തുടങ്ങും. അതുകൊണ്ട് തൻ്റെ കാര്യമെങ്കിലും നടക്കട്ടെ. ദേവി വാഷ്റൂമിലേക്ക് കയറി. പിന്നാലെ ജയനും. ചെറിയൊരു സ്റ്റൂൾ ഇട്ടിരുന്നതിൽ ദേവിയെ ഇരുത്തി അവൻ പുറംതിരിഞ്ഞു നിന്നു. ജയൻ അവളുടെ മുടി അഴിച്ച് പിന്നിലേക്കിട്ടു. നിതംബം കഴിഞ്ഞ് പനങ്കുല പോലെയുള്ള നീടൻ മുടി. കപ്പിൽ വെള്ളം കോരി മുടിയിലൊഴിച്ചു. അല്പ ഷാമ്പൂ എടുത്ത് മുടിയിൽ തേച്ചു പിടിപ്പിച്ചു. തല കഴുകി. തല പിന്നിലേക്ക് ചരിച്ചു വെച്ച് മുടി മുഴുവനായും കഴുകി ഇറക്കി ടവലെടുത്ത് തുവർത്തി കെട്ടിവെച്ചു. എന്നിട്ട് അവളെ പിടിച്ച് തിരിച്ച് തൻ്റെ നേരെയാക്കി. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഈ മുഖം വലിച്ച് വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. എനിക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പറഞ്ഞുകൊണ്ട് ജയൻ പുറത്തേക്കിറങ്ങി. ദേവി ഡ്രസ്സ് മാറി റൂമിന് പുറത്തേക്ക് വരുമ്പോൾ ജയൻ മാതുമോൾക്ക് ചോറ് കൊടുക്കുന്നു. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മേല് കഴുകി ചോറ് കൊടുക്കും. ദേവി വാഷ്റൂമിലായതുകൊണ്ട് തന്നെ അമ്മയും റൂമിൽ വെച്ചായിരുന്നു മോളുടെ കുളി. മോള് ചോറ് കഴിച്ച് കളിപ്പാട്ടങ്ങളും എടുത്ത് കളിക്കാനിരുന്നപ്പോഴേക്കും ജയൻ എഴുന്നേറ്റ് വന്ന് ദേവിയുടെ മുടിയിൽ നിന്നും തോർത്തഴിച്ചു മാറ്റി നന്നായി തുവർത്തി മുടി വിടർത്തിയിട്ട് കൊടുത്തു. രാത്രിയിൽ മോള് പാല് കുടിച്ച് ഉറക്കമായി. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ ദേവിയെ ഉറക്കമായി. ജയൻ ദേവിയെ പതിയെ നെഞ്ചിൽ ചേർത്ത് കിടത്തി ബെഡ് ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. നെറ്റിയിൽ നിന്ന് പാറി വീണ് കിടക്കുന്ന അവളുടെ മുടി പതിയെ ഒതുക്കി വെച്ചു. അവളുടെ കവിളിൽ ചുണ്ടു ചേർത്തു. ഇനിയും എത്ര നാൾ കാത്തിരിക്കണം മോളെ, നീ എന്നെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ. ഞരക്കത്തോടെ ദേവി അവൻ്റെ മാറിൽ ഒന്നുകൂടി ചേർന്ന് കിടന്നു. രാവിലെ സിദ്ധുവും രമ്യയും കൂടി ഒരുങ്ങി ഇറങ്ങുമ്പോൾ മാലതി ഉമ്മറത്തേക്ക് വന്നു. എവിടേക്കാ മക്കളെ രണ്ടുപേരും കൂടി രാവിലെ?
ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാമമ്മേ. രമ്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ മാലതിക്ക് സംഭവം മനസ്സിലായി. മോളിങ്ങനെ വിഷമപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾക്ക് വളരെ വൈകിയായിരിക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. എന്തായാലും നിങ്ങളൊന്ന് പോയി ഡോക്ടറെ കാണിക്ക്. രണ്ടുപേരും കൂടി യാത്ര പറഞ്ഞിറങ്ങി. എൻ്റെ ഭഗവതി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുതേ. അവർക്ക് നീ സന്താനഭാഗ്യം കൊടുക്കണേ. ആത്മാർത്ഥമായി തന്നെ മാലതി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത് കൊണ്ട് ഡോക്ടറെ വേഗത്തിൽ കാണാൻ കഴിഞ്ഞു. ടെസ്റ്റുകൾ ചെയ്തതിൻ്റെ റിസൾട്ടുമായി സിദ്ധുവും രമ്യയും ഡോക്ടർ ശ്യാമളയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. സിദ്ധുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അമ്മയാണ് ഡോക്ടർ ശ്യാമള. അവർ സിദ്ധുവിൻ്റെ കയ്യിലിരുന്ന റിസൾട്ട് മുഴുവനും വാങ്ങി പരിശോധിച്ചു. ഈ റിസൾട്ട് ഒന്നും ഒരു കുഴപ്പവും കാണുന്നില്ല സിദ്ധു. എന്തിനാ ഈ വെപ്രാളം? സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. അതാദ്യം നിങ്ങൾക്ക് ഉത്തമമായ ബോധം വേണം. ഡോക്ടർ കാര്യങ്ങൾ ഇവളോട് പറഞ്ഞു കൊടുക്ക്. ഇവൾക്കാണ് കരച്ചിലും ഉറക്കമില്ലായ്മയും. മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. അതാത് സമയത്ത് കാര്യങ്ങൾ കൃത്യമായി നടന്നുകൊള്ളും. അതാലോചിച്ച് വെറുതെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ഡോക്ടറോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. തിരികെ വരുമ്പോൾ ഹോട്ടലിൽ കയറി. കുറച്ച് ദിവസമായി രമ്യ സിദ്ധുവിന് ഉറക്കം കൊടുക്കുന്നില്ല, കുഴിമന്തി കഴിക്കണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന വഴി അവൾക്ക് കുഴിമന്തി വാങ്ങിക്കൊടുത്തു. അതും കഴിച്ചിട്ടാണ് രണ്ടുപേരും വീട്ടിലേക്ക് പോയത്. കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ കണ്ടു വഴിക്കണ്ണുമായിരിക്കുന്ന അമ്മയെ. ഹോസ്പിറ്റലിലെ വിവരം അറിയാനുള്ള കാത്തിരിപ്പാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. എന്തായി മോനെ, ശ്യാമള ഡോക്ടറെ കണ്ടോ? എന്ത് പറഞ്ഞു? ടെസ്റ്റുകളെല്ലാം ചെയ്തമ്മേ, രണ്ടുപേർക്കും ഒരു കുഴപ്പവുമില്ല. ഭഗവതി കാത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന്. സമയമായിട്ടുണ്ടാവില്ല. മക്കൾ പോയി ആഹാരം കഴിക്കുക. ഞാനും അല്പമൊന്ന് കിടക്കട്ടെ. വേണ്ടമ്മേ, വരുന്ന വഴിക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. എന്നാൽ പിന്നെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ദേവിയുടെ കയ്യിലെ പ്ലാസ്റ്ററും സ്റ്റിച്ചും ഒക്കെ ഇളക്കി മാറ്റി. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വീട്ടിലൊരാൾ വരും. വലത് കൈക്ക് അനക്കം തട്ടുമ്പോൾ നല്ലവണ്ണം വേദനയുണ്ട്. എങ്കിലും കയ്യും വെച്ച് വെറുതെ ഇരിക്കില്ല. എത്ര വഴക്ക് പറഞ്ഞാലും ഓടിച്ചാടി നടക്കും കുഞ്ഞിൻ്റെ പിന്നാലെ. 3-4 ദിവസമായി മാതുമോൾക്ക് ചെറിയ പനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ദേവി കുഞ്ഞിനോടൊപ്പമാണ്. സിദ്ധുവും രമ്യയും കൂടി വൈകുന്നേരം മോളെ കാണാനായി വന്നു. സിദ്ധുവിനെ കണ്ടപാടെ മാതുമോൾ ചിത്തു വിളിച്ച് അവൻ്റെ പിന്നാലെയായി. രമ്യ കുറേ നേരം മഹേശ്വരി അമ്മയുടെ അടുത്ത് റൂമിൽ ചെന്നിരുന്ന് രമ്യ അവരുമായി സംസാരിച്ചു. അപ്പോഴേക്കും ദേവി എല്ലാവർക്കുമുള്ള ചായയുമായി വന്നു. നിങ്ങളെല്ലാവരും കൂടി പോയിരുന്ന് ചായ കുടിക്ക്. അമ്മയ്ക്കിങ്ങ് തന്നാൽ മതി മോളെ. ഇനി എഴുന്നേറ്റ് ഡൈനിങ് വരെ വരാൻ വയ്യ. ദേവി മഹേശ്വരി അമ്മയ്ക്ക് ചായയും പഴംപൊരിയും പ്ലേറ്റിലെടുത്ത് കൊടുത്തു. സിദ്ധുവും ജയനുമുള്ള ചായയും പഴംപൊരിയും രമ്യയും ദേവിയും കൂടി റൂമിലേക്ക് പോയി. ബെഡിലിരുത്തി അവിടെ മാകെ ഒഴിഞ്ഞു നോക്കി. നീ എന്താ പെണ്ണെ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണും പോലെ. നിനക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. എന്നിട്ട് കണ്ടുപിടിച്ചോ എന്തെങ്കിലും വ്യത്യാസം? അതല്ലേ, ഒരു വ്യത്യാസം ഇതുവരെയായിട്ടും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. രമ്യ ദേവിയുടെ അടുത്തേക്ക് ബെഡിൽ നീങ്ങിയിരുന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. ഇപ്പോഴും നിനക്ക് ജയേട്ടനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലേ ദേവി? രമ്യയുടെ വെട്ടിത്തുറന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ദേവി അവളെ തന്നെ നോക്കിയിരുന്നു. നീ ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി രമ്യേ. എനിക്ക് കുട്ടേട്ടനെ ഇഷ്ടമാണ്. കുറച്ചു നേരം കാണാതിരിക്കുമ്പോഴോ എന്നോട് മിണ്ടാതിരിക്കുമ്പോഴോ എന്നെ അവഗണിക്കുമ്പോഴോ ഒക്കെ എനിക്ക് മനസ്സിന് വേദനയാണ്. പക്ഷേ ഇതുവരെയായും പൂർണ്ണമായും എനിക്ക് കുട്ടേട്ടനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ദേവി. ജയേട്ടൻ പാവമാണ്. ഇതുപോലൊരു കുടുംബം നിനക്ക് കിട്ടിയത് തന്നെ നീ ചെയ്ത മുൻജന്മ സുഹൃതം കൊണ്ടാണ്. ആ മനുഷ്യനെ ഇനിയും നീ ഇങ്ങനെ അകറ്റി നിർത്തരുത്. മരിച്ചുപോയവർ പോയി. അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരെ വിഷമപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരിക്കലും മടങ്ങി വരാത്തവർക്ക് വേണ്ടിയാണ് നീ നിൻ്റെ സ്നേഹവും സാമീപ്യവും ജയേട്ടനിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇത് നീ നിന്നോട് തന്നെ ചെയ്യുന്ന ക്രൂരതയല്ലേ? കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറയുന്നത് പോലെ നമുക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടാനും കഴിവും ഈശ്വരൻ തന്നിട്ടുണ്ട്. ഇനിയെങ്കിലും നീ അതെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഒരു ജീവിതത്തിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് നീ ആലോചിച്ച് നോക്ക്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച ആ അമ്മയെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന്. അവർക്കും കാര്യങ്ങൾ അറിയാമായിരിക്കും. പക്ഷെ നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതി ഒന്നും ചോദിക്കാതെയും പറയാതെയും ഇരിക്കുന്നതാണ്. ഇത്രയും നാൾ ഒരു റൂമിൽ താമസിച്ചിട്ടും ഒരിക്കൽ പോലും ആ മനുഷ്യൻ നിന്നോട് മോശമായി പെരുമാറിയില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ജയേട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ നീ ഒന്ന് സങ്കല്പിച്ച് നോക്ക്, എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. താലി കെട്ടിയതിൻ്റെ അധികാരം വെച്ച് ഒരിക്കൽ പോലും നിന്നെ മോശമായി ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാൻ ശ്രമിക്കാത്ത ആ മനുഷ്യനെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ചെയ്യുന്നത് ശരിയാണോ എന്ന്.
നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ചൂടെ? പിന്നീട് അവർ തമ്മിൽ ഒരു വിഷയത്തിനെക്കുറിച്ചും സംസാരിച്ചതേയില്ല. എന്നാൽ ദേവിയുടെ മനസ്സ് മുഴുവനും രമ്യ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. രമ്യ പറഞ്ഞത് ശരിയാണ്. ഒരു ഭർത്താവിൻ്റെ അധികാരം വെച്ച് ഒരിക്കൽ പോലും എന്നോട് മോശമായി ജയേട്ടൻ പെരുമാറിയിട്ടില്ല. ജയേട്ടൻ അവഗണിച്ചു തുടങ്ങിയാൽ പോലും അങ്ങോട്ട് ജയേട്ടൻ എന്തിനാണ് എന്നെ അവഗണിക്കുന്നതെന്ന് പോലും ചോദിക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോന്നോർത്ത് ദേവി ബെഡിൽ തന്നെ കിടന്നു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ. നിറയെ സ്നേഹത്തോടെ രുദ്ര.